ആ ശ്രീധരന്റെ ഭാര്യ തല്ലണ്ട എന്ത് കാര്യമുണ്ട് ഇതിന്റെ റിസേക്ക്? അല്ല നീ പറയ്. അല്ല വാസുട്ടേ, ഇപ്പൊ എന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കായ് കൊടുത്തിട്ട് ഓളെ തല്ലിപ്പിച്ച മാതിരി ഉണ്ടല്ലോ ഈ എന്താ പറയണേ? അല്ലേലും ഈ പെണ്ണുങ്ങളെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ആണുങ്ങൾക്ക് തല്ലുകൊണ്ട് മരിക്കും. അത് നാട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. എടാ ജോസുട്ടി, ഞാനല്ല അവളെ ഈ കുറി തുടങ്ങിപ്പിച്ചത്. ഓളിത് തുടങ്ങിയിട്ട് പകുതി ആകുമ്പോഴാണ് ഞാൻ വിവരം തന്നെ അറിയണേ. അതന്നെയാ ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഓൾ എന്നോട് ചോദിച്ചോ കുറി ഇളകുമ്പോ? ചോദിച്ചോനോട് എന്താ ചോദിക്കാത്? അപ്പൊ അന്ന അത്ര ബലിയുള്ളൂ, അതാണ്. എടാ ചെങ്ങായി, ഓളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. ഓളുടെ മാതിരി ഞാനും കിടന്നിങ്ങനെ പെടച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ സ്ഥിതി എന്താവും? ഈ ഓളമാതിരി പടക്കണം എന്നല്ല പറയണത്. ഒരു ചെറിയൊരു കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണ്ടേ? അല്ല അത് വേണോ വേണ്ടേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇപ്പോൾ ഓളെ ഒന്നും പറഞ്ഞില്ല എന്ന് വെച്ച് പറഞ്ഞു ഇജ്ജ് കേൾക്കല്ല അവിടുത്തെ ബഹളങ്ങള്. ഇങ്ങനത്തെ ഒരാളെ ഞാൻ എന്താ പിന്നെ തല്ലി അങ്ങോട്ട് കൊല്ലേ? അന്ന് ഇനി വർത്താനമൊന്നും പറഞ്ഞ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ അങ്ങനെ തന്നെ നിന്നോ. ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ തൊങ്ങി നടക്കുക. ഇടത്തെ കാലം ഉണ്ടാവില്ല, അവൻ കൊണ്ടുപോകും ശ്രീധരൻ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ ഓള് കുറി തുടങ്ങണേനും ഓള് കായ് ഉണ്ടാക്കണേനൊക്കെ ഈ കുറ്റം പറയണ്ടല്ലോ. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു ഇത്തിരി കായ് ഇങ്ങോട്ട് കിട്ടാണ്ടാവോ? ഇത്ര കായ് കിട്ടാണ്ടാവുമ്പോൾ ഞാൻ മിസ് അടിച്ച കായൊന്നും അല്ല എടുത്തു തരണേ. ഓൾറെഡി ഇരിക്കുന്ന കായാണ് നിങ്ങൾക്കൊക്കെ എടുത്തു തരണേ. മനസ്സിലാവുണ്ടോ? ഞാൻ എന്റെ വർത്താനൊക്കെ നിർത്തിക്കോ. എന്തായാലും ശ്രീധരൻ വരും, കാല് വെട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ ഒരു തർക്കൂല. വെട്ടു എന്ന് പറഞ്ഞാൽ വെട്ടു. ഇനി അതിൽ ആലോചിക്കാനൊന്നുമില്ല.